റീഡിംഗ് സിനിമയുടെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ബേസിക്സിനകത്ത്, അതായത് യൂണിറ്റ് 1-നകത്ത് ഫിലിം ആസ് എ കൾച്ചറൽ ആർട്ടിഫാക്റ്റ്, ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിം, ഹിസ്റ്ററി ഓഫ് സിനിമ, ഡിഫറെൻറ്റ് ജാണേഴ്സ് ഓഫ് സിനിമ, ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെൻ്ററി ഫിലിംസ്, പിന്നെ ഫിലിം സെൻസർഷിപ്പ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങളുടെ സിലബസിനനുസരിച്ച് വേണം നോക്കാൻ. മൊഡ്യൂൾ 1 യൂണിറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് ഫിലിം എങ്ങനെയാണൊരു കൾച്ചറൽ ആർട്ടിഫാക്റ്റായിട്ട് മാറുന്നത്. ഫിലിംസ് എന്ന് പറയുന്നത് കൾച്ചറൽ ആർട്ടിഫാക്റ്റുകളാണ്, അതായത് കൾച്ചറൽ സിമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു സൊസൈറ്റിയുടെ വാല്യൂസിനെ കുറിച്ച്, ബിലീഫുകളെക്കുറിച്ച്, പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമാണ് ഫിലിം എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? ഇപ്പം കാന്താര എന്നുള്ള ഫിലിം നമ്മൾ കണ്ടപ്പോഴേ, ഇപ്പോൾ കർണാടകത്തിലുള്ള നമ്മുടെ തെയ്യത്തിൻ്റെ കണക്കുള്ള ഒരു ആർട്ട് ഫോം അവിടെ ഉണ്ടെന്നും എന്താ പറയുക, അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് അതിനകത്തുനിന്ന്, അല്ലേ? അവിടെയുള്ള ആളുകളുടെ ജീവിത സ്റ്റൈൽ എന്താണെന്നും അവർ ആ ഒരു സംഭവത്തിന് എന്താണ്, ആ ഒരു റിച്വലിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ കണ്ടു. കൾച്ചറൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഫിലിംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൊസൈറ്റിയുടെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ച്, ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ആ സൊസൈറ്റിയിലെ ഇഷ്യൂസിനെ കുറിച്ച്, അത് ഏത് സമയത്താണോ ആ സിനിമ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അതിനകത്ത് കാണിക്കും. കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഇനി ഫിലിംസ് എന്ന് പറയുന്ന ട്രഡീഷനെ പ്രിസർവ് ചെയ്യാനും, ഫോക്ലോർ, നാടോടി കഥകളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനും, ഹിസ്റ്ററിയെക്കുറിച്ചുമൊക്കെ പാസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാനും ഒരു മീഡിയമായിട്ട് ഇത് ആക്ട് ചെയ്യും. അതായത് കൾച്ചറൽ വാല്യൂസിനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ഡൗൺ ചെയ്യാൻ സിനിമയ്ക്ക് വളരെ ഈസി ആയിട്ട് കാണിക്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു കൾച്ചറൽ ഗ്ലോബലൈസേഷൻ്റെ ടൂളാണ് സിനിമ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിനിമ അമേരിക്കക്കാർക്ക് അമേരിക്കൻസിന് വരെ ഇപ്പോൾ ഇരുന്ന് കാണാൻ സാധിക്കും, അല്ലേ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ് ടൈറ്റിൽസ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കൾച്ചർ എന്താണെന്ന്, നമ്മുടെ ഇവിടുത്തെ റിലീജിയസ് ബിലീഫ്സും, നമ്മുടെ ഇവിടുത്തെ പ്രാക്ടീസസും, സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. വേറെ ഓഡിയൻസിനും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് നമ്മുടെ കൾച്ചർ അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫിലിംസിന് അത് മാത്രമല്ല, സോഷ്യൽ ചേഞ്ചിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഡയലോഗ്സ് വെച്ചിട്ടാണെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ സ്റ്റോറി വെച്ചിട്ടാണെങ്കിലും, ക്യാരക്ടേഴ്സിൻ്റെ ആക്ടിങ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എന്താണ്, പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും എന്തിനു സാധിക്കും? ഫിലിംസിന് സാധിക്കും. ഇനി ഫിലിമിൻ്റെ ഹൈബ്രിഡ് നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഫിലിം എന്ന് പറയുമ്പോൾ എന്താണ്, ആർട്ടും ടെക്നോളജിയും വരുന്നതിൻ്റെ ഒരു മിക്സാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡിറ്റിയാണ് ഫിലിം എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഒരു മിക്സർ എന്നുള്ളൊരു മീനിങ്. ആർട്ടും ടെക്നോളജിയുടെ ഒരു മിക്സാണ് ഫിലിം എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, അല്ലെ? സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, വിഷ്വൽസ് ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്, ക്യാമറാസ്, ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, സൗണ്ട് ഡിസൈൻ, ഡബ്ബിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്ന ആർട്ടിൻ്റെയും ടെക്നോളജിയുടെ ഒരു മിക്സാണ്, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷനാണ്. ഫിലിമിനകത്ത് അത് മാത്രമല്ല, ലിറ്ററേച്ചർ വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്, പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇതുമായിട്ടെല്ലാം, ഫോട്ടോഗ്രാഫിയുമായിട്ടെല്ലാം ഫിലിം റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങും വിഷ്വലും സെൻസറി അപ്പീലും ഇതെല്ലാം ഒരുപോലെ വന്നാലേ അതൊരു നല്ല സിനിമയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു സ്റ്റോറി വേണം, നല്ല വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, അതുപോലെ തന്നെ ആളുകൾക്ക് കാണുമ്പോൾ ഇമോഷണലി അപ്പീലിംഗും ആയിരിക്കണം. പിന്നെ ഫിലിംസ് എന്ന് പറയുന്നത് എന്താണ്, മാസ് കൺസംഷനാണ്, അല്ലേ? അപ്പം മാസ് കൺസംഷൻ ആണെന്നുണ്ടെങ്കിലും പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഓരോ സിനിമയും നമ്മളെ വേറെ രീതിയിലായിരിക്കും നമുക്ക് ടച്ച് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിനെ. പിന്നെ ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി ആയിട്ടും ആവാം, അതായത് പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന സിനിമകളും ഉണ്ട്, ആർട്ട് ഫോം സിനിമകളും ഉണ്ട്, അതായത് ആർട്ട് സിനിമകളും ഉണ്ട്, അതായത് ഈ അവാർഡ് ഫിലിംസ് പോലുള്ള ടൈപ്പ് ഓഫ് ഇതും ഉണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി സിനിമ, അതായത് 1890s തൊട്ട് 1920s വരെ ആയിരുന്നു ഏർലി സിനിമയുടെ ആ ഒരു കാലഘട്ടം. സൈലൻറ്റ് ഫിലിംസ് ആയിരുന്നു വന്നിരുന്നത്. ഫോർ എക്സാമ്പിൾ ലൂമിയർ ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ തോമസ് എഡിസൻ്റെ, അതൊക്കെ സൈലൻറ്റ് ഫിലിംസ് ആയിരുന്നു. പിന്നെ എന്തായിട്ട് മാറി, നറേറ്റീവ് സിനിമാസ് വന്നു. അത് ജോർജസ് മിലിയസിൻ്റെ ട്രിപ്പ് ടു ദ മൂൺ, D.W. ഗ്രിഫിത്തിൻ്റെ ദ ബർത്ത് ഓഫ് എ നേഷൻ, അതൊക്കെ നറേറ്റീവ് സിനിമയുടെ എക്സാമ്പിൾസ് ആണ്. പിന്നെ സൈലൻറ്റ് ഫിലിം സ്റ്റാർസ് വന്നു, ചാർലി ചാപ്ലിനെ പോലുള്ളവരൊക്കെ. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ സൈലൻറ്റ് ഫിലിംസ് ആണ്, പക്ഷേ മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല, ഡയലോഗ്സ് ഒന്നുമില്ല. പിന്നെ സൗണ്ട് ഇറയാണ്. 1927 to 40s സൈലൻറ്റ് ഇറയൊക്കെ മാറി സൗണ്ട് വരാൻ തുടങ്ങി ഫിലിമിൽ. അതായത് സിങ്ക്രണൈസ്ഡ് സൗണ്ടൊക്കെ വരാൻ തുടങ്ങി, സ്റ്റുഡിയോ സിസ്റ്റംസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് ഹോളിവുഡിൽ MGM, പാരമൗണ്ട് പിക്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ സൗണ്ട് ഇറക്കാത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക്രണൈസ്ഡ് സൗണ്ട് വന്നു.
ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡിയോ സിസ്റ്റംസ് വന്നു ഹോളിവുഡിൽ. അതായത് MGM, നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പം ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിംസൊക്കെ എഴുതി കാണിക്കുമ്പോൾ കാണിക്കത്തില്ലേ MGM, പാരമൗണ്ട്, 20th സെഞ്ച്വറി ഫിലിംസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡിയോ സിസ്റ്റംസ് വന്നു. പിന്നെന്താണ്, മ്യൂസിക്കൽ ഫിലിംസ് വരാൻ തുടങ്ങി. അതായത് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പടം, അല്ലെങ്കിൽ ഒരുപാട് സോങ്സ് ഉള്ളത്. പിന്നെ ഗാങ്സ്റ്റർ ഫിലിംസ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കോമഡീസൊക്കെ എമേർജ് ചെയ്യാൻ തുടങ്ങി. ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 1940s to 1960s ആണ് സിനിമയുടെ. അതായത് ഗ്ലോബൽ സിനിമ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തു. ഹോളിവുഡ് ആണെങ്കിലും ഇറ്റാലിയൻ ഫിലിംസ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ, അതുപോലെ തന്നെ ജാപ്പനീസ് സിനിമയാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആവാൻ തുടങ്ങി. ജാപ്പനീസ് സിനിമയുടെ ഒരാളെന്ന് പറയുന്ന ആരാണ്, നമ്മുടെ അക്കീറ കുറോസാവയുടെ പടമെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ ഫേമസ് ആവാൻ തുടങ്ങി. ആൻഡ് കളർ ഫിലിംസ് വരാൻ തുടങ്ങി. വൈഡ് ആയിട്ടുള്ള സ്ക്രീൻ ഫോർമാറ്റിൽ സിനിമയുടെ ഇത് ഇറക്കാൻ തുടങ്ങി. ഓക്കെ, ന്യൂ വേവ് മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് അടുത്തത്. 1960s തൊട്ട് 1970s വരെ ഫ്രഞ്ച് ന്യൂ വേവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് ന്യൂ വേവിനകത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നറേറ്റീവും വിഷ്വൽ സ്റ്റൈലും സിനിമയിലെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമകൾ ഇറക്കാൻ, അതായത് ഇൻഡിപെൻഡൻറ്റ് സിനിമ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, മോഡേൺ സിനിമ എന്ന് പറയുന്നത് 1980s തൊട്ട് പ്രസൻറ്റ് വരെയുള്ളതാണ്. മോഡേൺ സിനിമ നിങ്ങൾക്കറിയാം, ടെക്നോളജിക്കലി ഇന്നോവേറ്റഡ് ആയിട്ടുള്ള ഫിലിംസൊക്കെയാണ് കൂടുതൽ വന്നത്. ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, 3D, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടുള്ള സിനിമകൾ, CGI ഗ്രാഫിക്സ് കൊണ്ടുള്ള സിനിമകളൊക്കെ വരാൻ തുടങ്ങി. സിനിമ ഗ്ലോബലൈസ്ഡ് ആവാൻ തുടങ്ങി. അതായത് ബോളിവുഡ് വരാൻ തുടങ്ങി, കൊറിയൻ വേവ്സ് വരാൻ തുടങ്ങി. കൊറിയൻ സിനിമകളൊക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ പ്രൈം, അങ്ങനത്തുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇത് വ്യൂയിങ് എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ കൂട്ടി. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ വന്ന ടോപ്പിക്ക് ജോണേഴ്സ് ഓഫ് സിനിമ. സിനിമയിലെ ഓരോ ജോണേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ആക്ഷനാണ്. ആക്ഷൻ സിനിമകളുണ്ട്. ആക്ഷൻ സിനിമകളെന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ബാറ്റിൽ, ഈ ആഡ്രനാലിൻ പമ്പിങ്, അതായത് നമ്മുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന സിനിമകൾ, അതായത് അതിനെ പറയുന്ന ആഡ്രനാലിൻ പമ്പിങ് സീക്വൻസസ് ഉള്ള ഫിലിംസ് ഇറങ്ങി. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഗാങ്സ്റ്റർ ഫിലിംസ് ഒക്കെ ഇതിനകത്ത് വരാം കേട്ടോ. മാഡ് മാക്സ്, ഫ്യൂറി റോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ആക്ഷൻ ഫിലിമാണ്. കോമഡിക്കകത്ത് പറയുമ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനും ലാഫ്റ്റർ പ്രൊവോക്ക് ചെയ്യാനുള്ളത് കോമഡി ഫിലിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഴുതാം. പിന്നെ ഡ്രാമ എന്ന് പറയുമ്പോൾ ഇമോഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉള്ളത്. അത് എക്സാമ്പിൾ ദ ഗോഡ് ഫാദർ എന്നുള്ള മൂവി ഹോളിവുഡിലെ, അതിന് 3 പാർട്ടാണുള്ളത് കേട്ടോ. പിന്നെ ഹൊറർ എന്ന് പറയുമ്പോൾ എന്താണ്, ദ എക്സോർസിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺജ്യൂറിങ്, അങ്ങനെയുള്ള ഫിലിംസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. അത് ഹൊറർ ഫിലിംസ് എന്താണ്, നമ്മുടെ ഉള്ളിൽ ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി, സസ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സയൻസ് ഫിക്ഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തീംസ് ഒക്കെ വരുന്ന ബ്ലേഡ് റണ്ണർ ഒക്കെ സയൻസ് ഫിക്ഷൻ ആണ്, മാട്രിക്സ് അതൊക്കെ. പിന്നെ റൊമാൻസ് വരുന്നുണ്ട്, ലവും റിലേഷൻഷിപ്പിനെയാണ് എക്സാമ്പിൾ ടൈറ്റാനിക്. ത്രില്ലർ എന്ന് പറയുമ്പോൾ സസ്പെൻസും ടെൻഷനും കാണും. ത്രില്ലറിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുന്നവർ, സീരീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ത്രില്ലർ മൂവീസ് എന്ന് പറയുമ്പോൾ 7 എന്നുള്ളൊരു മൂവിയുണ്ട്. ഇതൊക്കെ എന്താണ്, ത്രില്ലർ ജോണറിൽ വരുന്നതാണ് 7. പിന്നെ ഫാൻറ്റസി ആണെന്നുണ്ടെങ്കിൽ മാജിക്കൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് വരുന്നത്. ദ ലോർഡ് ഓഫ് ദ റിങ്സ് ഉണ്ട്. പിന്നെ അടുത്ത എന്താണ്, ഹാരി പോട്ടർ മൂവീസ്, ഇതൊക്കെ എന്താണ്, ഫാൻറ്റസി മൂവീസാണ്. നെക്സ്റ്റ് ഷോർട്ട് ഫിലിംസ് ആണ്. ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഫിലിംസ് ഷോർട്ടർ ദാൻ 40 minutes, അതാണ് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. സാധാരണ ഫിലിംസ് 1.5 to 2 hours ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ഫിലിംസ് 40 minutesനെക്കാട്ടിലും ഷോർട്ടർ. ഓക്കെ, പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെരിമെൻറ്റേഷനും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടിയാണ് ഷോർട്ട് ഫിലിംസ് നടത്തുന്നത്. പുതിയ ഫിലിം മേക്കേഴ്സിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. ദെൻ ഇത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരിക്കും, വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും കഥ പറഞ്ഞു പോകുന്നത്. അതായത് കൺസൈസ് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. പുതിയ ഫിലിം മേക്കേഴ്സിന് നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നല്ല ക്വിക്കായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടും. നമുക്ക് എന്തെങ്കിലും മെസ്സേജോ മോറലി എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ത്രൂ ഷോർട്ട് ഫിലിംസ് ആണെന്നുണ്ടെങ്കിൽ വളരെ വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിന് അത് ചിലപ്പോൾ റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഈ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ചില ഇൻസിഡൻസ് ആയിരിക്കും, ചെറിയ ഒരു എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനത്തുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു സിനിമകളിലൂടെ പറഞ്ഞു പോകുമ്പോൾ നല്ല വലിയ ഇമ്പാക്റ്റ് കിട്ടും. ദെൻ ഇനി ഡോക്യുമെൻ്ററി ഫിലിംസ്. അപ്പം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ 2 ഷോർട്ട് ഫിലിമിൻ്റെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നോക്കി വെച്ചേക്കുക കേട്ടോ. ദെൻ ഡോക്യുമെൻ്ററി ഫിലിംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ ഫിക്ഷൻ ഫിലിംസ് ആണ് ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറഞ്ഞത്. അതായത് ഫാക്ച്വൽ ഇൻഫർമേഷനും ആവാം, അല്ലെങ്കിൽ റിയാലിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുക. പിന്നെ
ഒബ്സർവേഷണലാണ്. ഒബ്സർവേഷണൽ ഡോക്യുമെൻ്ററി ഫിലിംസ് ഉണ്ട്, അതായത് ചില ഈവൻറ്റുകളെ കുറിച്ച് നടത്തുന്ന ഡോക്യുമെൻ്ററി ഫിലിംസ് ഉണ്ട്. എക്സ്പോസിറ്ററി ഡോക്യുമെൻ്ററി ഫിലിമുണ്ട്, അതായത് എന്താ പറയുക, നറേഷൻ ആയിരിക്കും, അതായത് ഒരാൾ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയുള്ളൊരു ഡോക്യുമെൻ്ററി ഫിലിം. പിന്നെ പാർട്ടിസിപ്പേറ്ററി ഡോക്യുമെൻ്ററി ഫിലിം എന്ന് വെച്ചാൽ ഫിലിം മേക്കർ ആ നറേറ്റീവിനകത്ത് ഇങ്ങനെ കാണും, അയാളെ ചിലപ്പോൾ കാണിക്കും അല്ലേ, ആ ഒരു ആരാണോ ആ ഫിലിം ഷൂട്ട് ചെയ്യുന്ന അയാളെ കാണും, അയാളെക്കുറിച്ച് അയാളുടെ നറേഷൻ കാണും, അങ്ങനെ ആയിരിക്കും. പൊയറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി മൂഡും ടോണും കുറച്ചും കൂടി ഓവർ നറേറ്റീവ് ആയിരിക്കും. അതാണ് പൊയറ്റിക് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിം. പേർപ്പസ് എന്തിനാണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഇൻഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ. ഇപ്പോൾ എന്തെങ്കിലും സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഡോക്യുമെൻ്ററി ഫിലിംസ് ഒക്കെ ഇറങ്ങത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ആകാം. ഇനി സിനിമയിലെ സെൻസർഷിപ്പ്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ തീരുവാണ്, സിനിമ സെൻസർഷിപ്പ് വരെ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ. ഇപ്പോൾ സിനിമയിൽ സെൻസർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒഫൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സീനോ എന്തെങ്കിലും ഒരു കണ്ടന്റോ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഏർലി സിനിമയ്ക്കും സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു, അത് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ മോഡേൺ സെൻസർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിലിം ബോർഡുകളുണ്ട്, അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ CBFC എന്നാണ് അതിനെ പറയുന്നത്, USA MPAA എന്നാണ് അതിനെ പറയുന്നത്, ഫിലിം സെൻസർ ബോർഡിനെ. ഓക്കെ, ദെൻ കോമൺലി സെൻസേർഡ് എലിമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ മൂവിക്കകത്ത് സെൻസർ ചെയ്യുന്ന എലിമെൻറ്റ്സ്? വയലൻസ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ, ന്യൂഡിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ കോണ്ടന്റ്, എന്തെങ്കിലും ഇഷ്യൂ ആവുന്ന എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ, അത് റിലീജിയസ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും എടുത്ത് കളയും. പിന്നെ അതിനെക്കുറിച്ച് ഡിബേറ്റുകൾ ഒരുപാടുണ്ട്, അതായത് സെൻസർഷിപ്പ് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിബേറ്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. ദെൻ അപ്പോൾ സെൻസർഷിപ്പിനെതിരെ, അതായത് സെൻസർഷിപ്പ് വേണ്ട എന്ന് പറയുന്ന ആളുകളും ഉണ്ട്, അതായത് ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുന്നു, അത് ഓഡിയൻസ് അല്ലേ ചൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതെല്ലാം ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ കാണുമ്പോഴും സൊസൈറ്റൽ വാല്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സെൻസർഷിപ്പ് വേണം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്.